ഇലക്ട്രൽ ബോണ്ടിൻ്റെ കടപ്പത്രത്തിൻ്റെ ഡീറ്റെയിൽസ് SBI ഇലക്ഷൻ കമ്മീഷന് കൈമാറാൻ സുപ്രീം കോടതിയുടെ അന്ത്യശാസനം. എന്താണ് ഇലക്ട്രൽ ബോണ്ട് അല്ലെങ്കിൽ കടപ്പത്രം? ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ വലിയ കമ്പനികളും ചില വലിയ കോടീശ്വരന്മാരും വ്യക്തികളും ഓരോ പാർട്ടിക്കും പണം കൊടുക്കുന്നു. അത് അവരാണ് എന്നറിയാതിരിക്കാൻ അവർ കടപ്പത്രം എടുത്താണ് ഈ പാർട്ടികളുടെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ വ്യക്തികൾക്ക് കൊടുക്കുന്നത്. അത് SBIയുടെ ഇലക്ട്രൽ ബോണ്ട് ആണത്. ആരാണ് പണം കൊടുത്തത്, ഏത് പാർട്ടിക്ക് പണം കൊടുത്തു, എത്ര കൊടുത്തു എന്ന് നമുക്ക് അറിയാൻ ഒക്കില്ല. നമുക്ക് അറിയാനുള്ള അവകാശമുണ്ട് വിവരാവകാശ നിയമപ്രകാരം. സുതാര്യമായിരിക്കണം രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം. അവരുടെ ഫണ്ടായാലും എന്ത് കാര്യമായാലും അത് സുതാര്യമായിരിക്കണം. സുപ്രീം കോടതി പറഞ്ഞു, ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരൊക്കെ കൊടുത്തു, ഏത് കമ്പനി കൊടുത്തു, ഏത് വ്യക്തികൾ കൊടുത്തു, അതിൻ്റെ ഡീറ്റെയിൽസ് പബ്ലിഷ് ചെയ്യണമെന്ന് SBIയോട് പറഞ്ഞു. ആ വിവരങ്ങൾ എന്നിട്ട് ഇലക്ഷൻ കമ്മീഷന് അതൊക്കെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം. അവരുടെ വെബ്സൈറ്റിൽ ഇത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യണം. ഇന്ത്യയിലെ പല രാഷ്ട്രീയ പാർട്ടികൾക്കും രഹസ്യമായി വലിയ കോടീശ്വരന്മാരും വലിയ കമ്പനികളും ഇലക്ഷൻ സമയത്ത് പണം കൊടുക്കും. രാഷ്ട്രീയ പാർട്ടിക്ക് നിയമപരമായി പണം സ്വീകരിക്കാം. ആ ഇലക്ട്രൽ ബോണ്ട് അത് SBIയുടെ കടപ്പത്രമായിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് യഥേഷ്ടം അത് മാറിയെടുക്കാം. അതേ സമയത്ത് അവർക്ക് ആരാണ് തന്നതെന്ന് വിവരം പ്രസിദ്ധീകരിക്കുകയും വേണ്ട. സുപ്രീം കോടതിയിൽ ഇത് എതിരായി അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന സംഘടനയും കോമൺ കോസ് എന്ന സംഘടനയും CPM എന്ന പൊളിറ്റിക്കൽ സംഘടനയും കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ, കൊടുത്ത ഹർജിയുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരങ്ങൾ SBI വെളിപ്പെടുത്താൻ പറഞ്ഞു. അവര് കോടതി സമയം ചോദിച്ചു. അത് നടക്കില്ല എന്ന് കോടതി കൃത്യമായിട്ട് പറഞ്ഞു. 5 അംഗ ബെഞ്ചിന്റെ തീരുമാനമാണ്. സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ്. ഇതിനകത്ത് അഴിമതിയുടെ ചില കാര്യങ്ങളുണ്ട് എന്ന് സുപ്രീം കോടതിക്ക് ബോധ്യമായി. ഇങ്ങനെ പണം കൊടുക്കുന്നവർക്ക് രാഷ്ട്രീയമായ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥരാണ് ആ പാർട്ടികൾക്ക്. കാരണം ഇങ്ങനെ കൊടുക്കുന്ന കോടീശ്വരന്മാരെ, ഇങ്ങനെ കൊടുക്കുന്ന കമ്പനികളും ഒരു പരിധിവരെ അധികാരത്തിലിരിക്കുന്നവരും രാഷ്ട്രീയക്കാരും സഹായിക്കണം. അതുകൊണ്ടാണ് അവർക്ക് ഇതുപോലെയുള്ള പണങ്ങൾ കൊടുക്കുന്നതും കള്ളപ്പണം വെളുപ്പിക്കുന്നതും ഒക്കെ. അതിൽ നിന്ന് സുപ്രീം കോടതി കൃത്യമായ ഒരു ഡയറക്ഷൻ കൊടുത്തു SBIക്ക്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഡീറ്റെയിൽസ് പബ്ലിഷ് ചെയ്യണം, എന്നിട്ട് അത് ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത് അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അഡ്വക്കേറ്റ് ഹരീഷ് സാൽവെ SBIക്ക് വേണ്ടി കൂടുതൽ സമയം ചോദിച്ചു. അവർ സമയം ചോദിച്ചത് ജൂൺ 30 വരെ. ഹൈക്കോടതി അത് അംഗീകരിച്ചില്ല. ഇലക്ഷൻ കഴിയുന്നിടം വരെ പാർട്ടികൾക്ക് ലഭിച്ച ഫണ്ട് അറിയാതിരിക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണെന്ന് സുപ്രീം കോടതിക്ക് മനസ്സിലായി. ഡെഡ് ലൈൻ കുറിച്ച് ഇത് 12-ാം തീയതിക്കകം 5 മണിക്ക് മുമ്പ് ഈ ഡീറ്റെയിൽസ് കൈമാറണം. പക്ഷെ അവർ കുറച്ചുകൂടെ സമയം വേണം, അത് റെഡിയായില്ല. ഇത്രയും ദിവസം നിങ്ങൾ എവിടെ ആയിരുന്നു എന്ന് സുപ്രീം കോടതി ചോദിച്ചു. സുപ്രീം കോടതി 2 മാസം മുമ്പാണല്ലോ ഈ ഓർഡർ ഇട്ടത്. അവർ വീണ്ടും സാവകാശം ചോദിച്ചത് ഇവിടെ സീനിയർ അഡ്വക്കേറ്റ് ഹരീഷ് സാൽവെയുള്ള ഒരാൾ വാദിച്ച കാര്യം നടക്കും എന്നായിരുന്നു കരുതിയിരുന്നത്. സുപ്രീം കോടതി 5 അംഗ ഭരണഘടന 5 അംഗ ബെഞ്ച് അംഗീകരിച്ചില്ല. ഡെഡ് ലൈൻ കൊടുത്തു കഴിഞ്ഞു. 12-ാം തീയതി വൈകിട്ട് 5 മണിക്ക് മുമ്പ് ഡീറ്റെയിൽസ് അത് SBI ഇലക്ഷൻ കമ്മീഷന് കൊടുക്കണം. ഇലക്ഷൻ കമ്മീഷൻ അത് 15-ാം തീയതിക്കകം അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന് ഡെഡ് ലൈൻ കൊടുത്തു. ഇതാണ് ഇലക്ട്രൽ ബോണ്ടിലെ ഇതുവരെയുള്ള അവസ്ഥ. നമുക്കറിയാം 2019 ഏപ്രിൽ 12 മുതൽ 2024
15 വരെ, ഫെബ്രുവരി 15 വരെ എന്ന് പറഞ്ഞാൽ ഏകദേശം 5 വർഷത്തെ കാലത്തെ അതിൻ്റെ ഇടയ്ക്ക് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ച ആളുകളുടെ വിവരങ്ങൾ, കമ്പനിയുടെ വിവരങ്ങൾ, ഇതാണ് സുപ്രീം കോടതി ചോദിച്ചത്. 2019 ഏപ്രിൽ 12 മുതൽ 2024 ഫെബ്രുവരി 15 വരെ. ഏതായാലും ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ 15-ാം തീയതിക്ക് നമുക്കിത് കാണാം. കാരണം ആരൊക്കെ മഹാന്മാരാണ്, ഇന്ത്യയിൽ ഏത് കള്ളപ്പണക്കാരാണ് ഓരോ പാർട്ടികളും കൊടുത്ത പണം, ഓരോ കമ്പനികൾ കൊടുത്ത പണം, അവർക്ക് ഏതൊക്കെ കമ്പനിയാണെന്ന് അറിഞ്ഞാൽ അവർക്ക് ഗവൺമെന്റ് തലത്തിൽ അനധികൃതമായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് ഈ ഹർജിക്കാർക്ക്, CPIക്കും അതുപോലെ തന്നെ കോമൺ കോസിനും ഡെമോക്രാറ്റിക് റിഫോംസിനും മറ്റു രാഷ്ട്രീയ പാർട്ടിക്കും നമുക്ക് വ്യക്തമാകും. അതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പായി, ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അനധികൃതമായി അനാവശ്യമായി അത് ചില സാങ്ഷനുകൾ അല്ലെ ചില ഒത്താശകൾ ചില രാഷ്ട്രീയ പാർട്ടിക്ക് ചെയ്യുന്നതിൻ്റെ വിവരം നമുക്ക് ലഭിക്കും. ഏതായാലും ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങളെ ഖാർഗെ ഉൾപ്പെടെയുള്ള പറഞ്ഞത് BJPയുമായിട്ടുള്ള ആവശ്യത്തെ കൂട്ടുകെട്ട് പല ക്യാപിറ്റലിസ്റ്റുകൾ കൊണ്ട് അതിൻ്റെ വിവരങ്ങളെല്ലാം വെളിയിലോട്ട് വരും. എന്തായാലും ജൂൺ 30 വരെ ഇലക്ഷൻ കഴിയുന്നിടം വരെ സമയം ചോദിച്ചത് കോടതി അംഗീകരിച്ചില്ല. കോടതി കർശനമായ നിർദ്ദേശം കൊടുത്തു. എന്തായാലും 12-ാം തീയതിക്കകം കോടതി നിർദ്ദേശിച്ച ആ ഡെഡ് ലൈൻ്റെ അകത്ത് തന്നെ SBI ഇലക്ഷൻ കമ്മീഷന് വിവരം കൈമാറിയെന്ന് സുപ്രീം കോടതി ബോധ്യപ്പെടുത്തുകയും ചെയ്തു.